എന്താടാ നോക്കി പേടിപ്പിക്കണ നീ? നോക്കിയല്ലേ ഉള്ളൂ, പേടിപ്പിക്കുക. ആരാ ആരാ? എന്താ? തന്റെ ഫോണൊന്ന് വന്ന്. എന്തിനാ? പറഞ്ഞാലേ തരുള്ളൂ. ഫോൺ എടുക്കാൻ. എന്താ കാര്യം? പറഞ്ഞാലേ തരുള്ളൂ. ഏതാ ആപ്പ് ഉപയോഗിക്കാനാ? ഫോട്ടോ ആണെങ്കിൽ നോക്കണ്ട, ഞാൻ എഡിറ്റ് ചെയ്തു. താൻ വന്നേ, കുറച്ച് കാര്യം സംസാരിക്കാവുന്നു. അതെ, എന്റെ ഹസ്ബൻഡ് വരുന്നവരെ ഞാനിവിടെ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് വരില്ലേ? പറയുന്നു ഒന്ന് കേക്ക്. ഞാനിവിടെ കുറച്ച് സ്ഥലത്ത് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്താണ് തന്റെ സ്പേസ്. പിന്നെ കിച്ചണിൽ കുക്കിംഗ് ടൈമും ക്ലീനിങ് ടൈമും വെച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറൂല. അതെന്റെ കൺസേൺ അല്ല. പിന്നെ ക്ലീനിങ്ങിന്റെ കാര്യം. വീടായിരുന്നു. എന്ത്? അല്ല, എല്ലാം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പിന്നെ റെന്റ്, കറണ്ട് ബിൽ, വാട്ടർ ബിൽ, വൈഫൈ, ഇതിന്റെ ഒക്കെ കറക്റ്റ് ഡേറ്റിൽ എനിക്ക് കിട്ടണം. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. താൻ വെജ് തന്നെയാണല്ലോ അല്ലേ? അതെ, ഇല്ലത്തെ ശീല. ഇനിയിപ്പോ ആണേലും അല്ലേലും ഇവിടെ നോൺ വെജ് അലൗഡ് അല്ല, കേട്ടല്ലോ. പച്ചക്കറി വരുമല്ലോ. ഉണ്ടാറും ഡ്രസ്സിങ്ങൊക്കെ നല്ല കളറായിട്ടുണ്ട്. ഇത്ര നാൾ എന്താ ജോലിക്കൊന്നും പോയത്? അത് വീട്ടില് കുറച്ച് പ്രശ്നങ്ങൾ കാരണം. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നോക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ ഒരു കാര്യം ചെയ്യാം, ഒരു മാസം ജോലി ചെയ്ത് നോക്ക്. സന്തോഷമായോ? തൊട്ട് വരാൻ പറ്റും. നെക്സ്റ്റ് ഡേ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു. ശരി സാർ. ഒന്നും വേണ്ട കേട്ടോ. താങ്ക് യു. നാളെ ബാമാ. എന്താ? 20 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ നീ ഇവിടെ എത്തിക്കോളണം. എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ തനിക്കോണം നീ ഓ, എനിക്കറിയാം. എങ്ങനെയുണ്ട് പുതിയ വീടും റൂംമേറ്റും? കുഴപ്പമില്ല. എന്നാലും നീ അവനിലൊരു കണ്ണു വെച്ചോ. കണ്ടിട്ടൊരു മണ്ടനാ. അവനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഏത് സമയത്ത് ഒരു പ്രശ്നം പ്രതീക്ഷിക്കാം. 20 മുന്നേ അങ്ങോട്ട് ചെന്നേക്കണമെന്നാ ഫാദറിന്റെ ഓർഡർ. എന്നിട്ട് നീ പോണ്ടോ? എന്റെ പട്ടി പോവും. നീ എന്തായാലും ഇപ്പൊ ജോലിയിൽ ഫോക്കസ് ചെയ്യും. ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. അതത്രേ ഉള്ളൂ. അവളുടെ അമ്മമ്മയുടെ വെജ്.
എന്താ വിളിപ്പിച്ച്? താനാണ് ഇവിടെ നോൺ വെജ് കയറ്റിയത്. നോൺ വെജോ? ഇല്ല, ഞാനല്ല. പിന്നെ ആരാ? മനു. ഏത് മനു? ഞങ്ങളെ പഴയകാല സുഹൃത്തുക്കളാണേ. അങ്ങനെ സംസാരിച്ചിരിക്കാൻ വന്നവൻ. വന്നപ്പോ അവന് വിശക്കണോന്ന് പറഞ്ഞു. കിച്ചണിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ലല്ലോ. അങ്ങനെ അവൻ ഓർഡർ ചെയ്തതാ. അന്നല്ലേ ബാമി, എന്തേലും പറയാൻ പറ്റുമോ എനിക്ക്? കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ കണ്ടോമാർക്ക് കയറി ഇറങ്ങാനുള്ളതല്ലാന്ന്. പിന്നെ ഇനി ഈ വീട്ടിൽ നോൺ വെജ് കഴിക്കുന്നു ഞാൻ അറിഞ്ഞ. അപ്പൊ കാണിച്ചു തരാം. പിന്നെ അതെ അവനെ എനിക്ക് ജോലിക്കൊന്നും പോണ്ടേ? ജോലിയില്ല, വർക്ക് ഫ്രം ഹോം. വർക്ക് ഫ്രം ഹോമില്ല. എടാ, ജോലിയുടെ കാര്യത്തിൽ അവൾക്ക് നല്ല ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ശരിയാവില്ല. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. തെണ്ടി. എന്താണോ ഇന്ന് വർക്ക് ഫ്രം ഹോം അല്ല, അതിന് ജോലിക്ക് പോവാ. ഇങ്ങോട്ടേലും പോ. അടി പറ ചേച്ചി. ചേച്ചിക്ക് നല്ല ടെൻഷനാവുണ്ട്. എന്ത് പ്രശ്നം? ഇന്നലെ ചേച്ചിയുടെ വീടിന് മുൻപിൽ പോലീസ് ജീപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേടിക്കാതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കണം. അതുമല്ല, ചേച്ചിയുടെ അമ്മ എപ്പോഴും എന്നെ വിളിച്ചാ അന്വേഷിക്കുന്നേ. ഇന്ന് എന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല കേട്ടല്ലോ. ഞാൻ വർക്കില്ല, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ചേച്ചി, ശരി.